ഇന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയാലോ? നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങണ്ട കേട്ടോ. നമ്മുടെ പറമ്പിലുള്ള കുറച്ച് പ്ലാന്റ്സും പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് എടുത്തോട് നല്ല അടിപൊളി ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം. വീടിന്റെ മുറ്റത്തോട്ട് ഇറങ്ങി ചുറ്റും നോക്കുകയാണെ എന്ത് വേണം ആദ്യം പറിക്കാനെന്നേ. അപ്പോഴാണ് കേട്ടോ നമ്മുടെ പുയുവിനെ കണ്ടത്. പുയു എവിടെന്നോ പുറത്തൊക്കെ പോയി കറങ്ങി വന്നേക്കാണേ. ഇത് പിന്നെ മുത്തുപ്പാണ്ടിയാണേ. മുത്തുപ്പാണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി കാത്തിക്കായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ലേക്ക. വർഷങ്ങളായി യൂട്യൂബും ഗൂഗിളൊക്കെ കാണുന്നതുകൊണ്ട് എന്തൊക്കെയാണ് സ്കിന്നിനും ഹെയറിനൊക്കെ നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് എന്ന് നന്നായിട്ട് എനിക്കറിയാം കേട്ടോ. എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും അറിയില്ലേ, എല്ലാവർക്കും ഇപ്പം അറിയാവുന്നൊരു കാര്യമാണല്ലേ. എന്നിരുന്നാൽ പോലും ഇപ്രാവശ്യം കുറച്ച് വീട്ടിലെ ഐറ്റംസ് വെച്ച് നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരുടെ പറമ്പിലും മഴക്കാലാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കയ്യോന്നി. കയ്യോന്നി എന്നും പറയും, കഞ്ഞുണ്ണി എന്നും പറയും, ഭൃംഗരാജ് എന്നും പറയാം കേട്ടോ. നമ്മുടെ ഇന്ദുലേഖ ഹെയർ ഓയിലിൻ്റെ പരസ്യത്തിൽ ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഒരു വാക്കാണ് ഭൃംഗരാജ്. ഭൃംഗരാജ് വെച്ചാണ് അവർ അവരുടെ എണ്ണ ഉണ്ടാക്കുന്നത് പോലും കേട്ടോ. കാരണം മുടിക്ക് നല്ല തിക്ക് വരും, അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറൊക്കെ വരുവേ. ഈ ഒരു പ്ലാന്റിന് ഉണ്ടല്ലോ, ഇലക്കും നല്ല ഗുണമാണ്, തണ്ടിനും നല്ല ഗുണമാണ്, ഇതിന്റെ വേരിനും നല്ല ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കയ്യോന്നി ഒരുപാട് പറിച്ചായിരുന്നു കേട്ടോ. ഈ കാണുന്നതും ഒരു കയ്യോന്നിയുടെ ഒരു പ്ലാന്റ് ആണ്. ഇത് തന്നെത്താൻ ഇവിടെ വളർന്നതാണ് കേട്ടോ. സോ അതിൽ നിന്നും ഒത്തിരി കിട്ടിയായിരുന്നു. പിന്നീട് ഞാൻ പറമ്പിൽ കണ്ടൊരു ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്ന കീഴാർനെല്ലി. കീഴാർനെല്ലി പറമ്പിൽ ഒരുപാടുണ്ട്. ഈ കാണുന്നത് ഞങ്ങൾ ചട്ടിയിൽ നട്ടൊന്നുമല്ല കേട്ടോ, അത് തന്നെത്താൻ ഇവിടെ വളർന്നതാണ്. സോ അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചായിരുന്നു. ബാക്കി ഞാൻ കുറച്ച് പറമ്പിൽ നിന്നാണ് പറിച്ചത്. പിന്നെ ഞാൻ പറിച്ചത് തുളസിയാണ്. തുളസിയൊക്കെ ഒരുപാട് പറമ്പിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് ഒരുപാട് ഇതുപോലെ മുളച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് കറിവേപ്പില തപ്പി പോയപ്പോഴാണ് ഈ കാണുന്ന ഐറ്റം കണ്ടത്. ഇതിന്റെ പേര് മുത്തിൽ എന്നാണ് കേട്ടോ, കുടങ്ങൽ എന്നും പറയും. ഇത് അരച്ച് മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖക്കുരു നന്നായി കുറയും കേട്ടോ. പിന്നെ ഇതൊരു വെജിറ്റബിൾ ആണ്. ഇതുകൊണ്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റും, ചമ്മന്തിയൊക്കെ വെക്കാൻ പറ്റുക. പക്ഷെ ഞങ്ങളൊന്നും വെക്കാറില്ല കേട്ടോ, ഞങ്ങൾക്ക് പേടിയത് കഴിക്കാൻ. എന്തായാലും ഈ കുടങ്ങലുണ്ടല്ലോ മുഖക്കൂരിന് നല്ലൊരു ഹോം റെമഡിയാണ്. ഒരു തവണ ഞാനും എന്റെ കസിനും കൂടെ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് ആയിരുന്നു. എന്തായാലും ഞാൻ ഒരു തവണ കൂടെ ഇത് ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഇടാമേ. പിന്നീട് ഇവിടുന്ന് കുറച്ച് കറിവേപ്പില പറിച്ച ശേഷം ഞങ്ങൾ പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ. എന്റെ അമ്മ 18 കൂട്ടം ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കാറ്. പൊതുവെ എനിക്ക് അമ്മയ്ക്കും ഹെയറിന് ലെങ്ത് ഇല്ലെങ്കിലും തിക്ക് കുറവാണെങ്കിലും അമ്മയുടെ ഹെയർ ഓയിലുണ്ടല്ലോ ഭയങ്കര ഡിമാൻഡ് ആട്ടോ ഞങ്ങളുടെ നാട്ടില്. പിന്നീട് ഞാൻ മുത്തുപ്പാണ്ടിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും വേണമെന്നേ. എന്റെ ഗൈഡ് മുത്തുപ്പാണ്ടി എന്നെ ആനയിച്ചോണ്ട് കൊണ്ടുപോകുന്നത് ചെമ്പരത്തിയുടെ ചോട്ടിലോട്ടാണ്. മുത്തുപ്പാണ്ടിനെ കാണുമ്പോൾ ഒരു നാടൻ പൂച്ചേനെ പോലെ ഉണ്ടെങ്കിലും മുത്തുപ്പാണ്ടി ആക്ച്വലി തായ്ലൻഡ് കാറ്റിന്റെയും പേർഷ്യൻ കാറ്റിന്റെയും ഒരു ക്രോസ് ആണ്. ഞങ്ങളുടെ വീട്ടിൽ 13 പൂച്ചകളുണ്ടെങ്കിലും ഇവനാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കോമഡി പീസ്. പിന്നീട് കൈ നിറച്ച് ചെമ്പരത്തിയുടെ പൂക്കളും ഇലകളായിട്ട് തിരിച്ചു വരുമ്പോ പറമ്പിൽ ഇതുപോലെ കയ്യോന്നി നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളായതുകൊണ്ട് പിന്നെ വെറുതെ വെച്ചേട്ടോ. പിന്നെ ഒരു മെയിൻ ഐറ്റം ആണ് ഈ ഒരു കറ്റാർ വാഴ. സൈഡിൽ ബ്രഹ്മയുണ്ട്. ബ്രഹ്മ എല്ലാവരുടെ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറിക്കാഞ്ഞത്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകല്ലേ. അടുക്കളയിൽ നിന്ന് ഞാൻ ആദ്യം എടുത്തത് കരിഞ്ജീരകം, പിന്നെ ഉലുവ, പിന്നെ ചുവന്നുള്ളി. ഞാൻ സബോള ഒന്നും എടുത്തില്ല കേട്ടോ, സബോളേനേക്കാൾ എത്രയോ നല്ലത് നമ്മുടെ ചുവന്നുള്ളിയാണ്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തായിരുന്നു. പിന്നെ ഗ്രാമ്പു. നമ്മുടെ പറമ്പില് ഗ്രാമ്പുവിന്റെ മരമുണ്ട്. അവിടെ നമ്മൾ പറിച്ച് നല്ല വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമുള്ളതാണ്. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ, ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു ഗ്രാമ്പൂലുണ്ടല്ലോ ഒറ്റത്തൊരു റൗണ്ട് പോലെ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് വില കിട്ടുള്ളേ. ഈ റൗണ്ട് എല്ലാം പൊട്ടി ഇതിനൊരു പൂ പോലത്തെ ഒരു ഷേപ്പ് ആകുമ്പോണ്ടല്ലോ ഇതിന് വില ഭയങ്കര കുറവായിരിക്കും കേട്ടോ. എല്ലാ സ്പൈസസ് ഇതുപോലെ തന്നെയാണ് കേട്ടോ. പല കാരണം കൊണ്ടാണ് ഇതിന്റെ റേറ്റിംഗ് കുറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമുക്ക് ചെമ്പരത്തിലോട്ട് വരാം. ചെമ്പരത്തിയിൽ ഞാൻ ഇതളുകൾ മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അതിന്റെ പച്ച കളറിലുള്ള ആ ഒരു താഴത്തെ പോർഷനോ പിന്നെ ആ നീളത്തിലുള്ള എന്താ സ്റ്റിഗ്മയോ ആ ഒരു പോളൻ ഗ്രീൻസ് വരുന്ന ഒരു ഭാഗം പോലും ഞാൻ എടുക്കാറില്ല കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു ചെറിയൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ടല്ലോ, അതിലോട്ട് ഉലുവയും കരിഞ്ജീരവും പിന്നെ ഒരു ഇത്തിരി ഗ്രാമ്പ് കൊണ്ടിട്ട് നന്നായിട്ട് ചൂടാക്കണേ. ഒരുപാട് കരിയിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ, കുറച്ച് മാത്രം ചൂടാക്കിയാൽ മതി. അത്യാവശ്യം ചൂടായി കഴിയുമ്പോണ്ടല്ലോ അത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ വേറൊരു പ്ലേറ്റിലോട്ട്. പിന്നീട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഉള്ളിയും ഇഞ്ചിയും കറ്റാർവാഴയും എല്ലാം കൂടെ ചെറുതായി അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കരിഞ്ജീരകവും ഗ്രാമ്പൂയിലെ എല്ലാം കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു കിട്ടിയ ഈ പേസ്റ്റിലോട്ട് നമ്മുടെ പച്ച കളറിലുള്ള എല്ലാ ഇലകളും ചേർക്കാൻ വേണ്ടി പോവാണേ. കയ്യോന്നി ചേർക്കുന്നുണ്ട് കേട്ടോ. കയ്യോന്നിയുടെ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കീഴാർനെല്ലി ഇടുന്നുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ഇല ഇടുന്നുണ്ട്, നമ്മുടെ കറിവേപ്പില ഇടുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണേ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കറ്റാർവാഴയുടെയും ഉള്ളിയുടെ ഒക്കെ നീരിൽ നന്നായിട്ട് അത് ക്രഷായി വന്നോളൂ. ഇനിയാണ് ശരിക്കും ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 916ന്റെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ അന്ന് യൂസ് ചെയ്തത്. എന്റെ വീട്ടിലന്ന് അതാണ് ഉണ്ടായത്. സോ ഞാൻ അതാണ് എടുത്തത്. നിങ്ങൾക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയോ പാരച്ചൂട്ടോ ഏതൊരു വെളിച്ചെണ്ണയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കാനഡയോ ഫിൻലൻഡോ സ്വിറ്റ്സർലൻഡോ ഒന്നുമല്ല. ഞാൻ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലാണ്. ഇവിടെ നല്ല തണുപ്പാണ്. അതാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ നല്ല
പിടിച്ചിരിക്കുന്നത്. ഞാൻ ഒരു GK കൂടെ പറഞ്ഞു തരട്ടെ. വെളിച്ചെണ്ണയൊക്കെ എന്താ ഇങ്ങനെ കട്ട പിടിക്കുന്ന വെച്ചാൽ വെളിച്ചെണ്ണ ഫ്രീസ് ആവാനായിട്ട് വെറും 24 ഡിഗ്രി സെൽഷ്യസ് മാത്രം മതി. -24 ഒന്നും ഇല്ലാട്ടോ, വെറും 24 ഡിഗ്രി. നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടല്ലോ 24 ഡിഗ്രി അങ്ങ് കുറയുമ്പോഴേക്കും വെളിച്ചെണ്ണ അങ്ങ് കട്ട പിടിക്കാൻ തുടങ്ങും. വെള്ളമൊക്കെ ഫ്രീസ് ആവാനായിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, ഇത് വെള്ളത്തിന് മുന്നേ തന്നെ അങ്ങ് കട്ട പിടിക്കാൻ തുടങ്ങും. പിന്നെ ഈ പെട്രോളിനും മണ്ണെണ്ണയും ഡീസലൊക്കെ എന്താ ഇങ്ങനെ കട്ട പിടിക്കാത്തെന്ന് വെച്ചാൽ അതിന്റെയൊക്കെ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ടല്ലോ -40 -50 ഒക്കെ വരുവേ. അത്രയൊക്കെ ടെമ്പറേച്ചർ ഒന്നും ഇവിടെ കുറയാറില്ല. അങ്ങനെ കുറച്ച് GK പഠിച്ചില്ലേ. ഇനി വാ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നന്നായിട്ട് ഉരുക്കി അങ്ങ് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ചെമ്പരത്തി വിത്തുകളൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കണേ. ചെമ്പരത്തിപ്പൂവിന്റെ സത്ത് നന്നായി വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 3 ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കണേ. ഞാൻ സാധാ ചായപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യണത്, ഗ്രീൻ ടീ ഒന്നും ഉപയോഗിക്കുന്നില്ല, സാധാ ചായപ്പൊടിയാണ്. എനിക്ക് തോന്നുന്നു കോണിമരയുടെ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏത് ചായപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇല്ലേ, എല്ലാം കൂടെ പതുക്കെ നമ്മൾ ഇതിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. ആദ്യം എല്ലാം കൂടെ നല്ല കട്ട പിടിച്ചായിട്ട് ഇരിക്കുന്നത് ഇളക്കി നന്നായിട്ട് അത് അലിഞ്ഞു പോകട്ടോ നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ നമ്മുടെ 1/2 കുപ്പി വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഈ വീഡിയോനകത്തൊക്കെ കാണാറില്ല ആൾക്കാർ തവിയോണ്ടൊക്കെ ഇങ്ങനെ ഇളക്കി മറിക്കുന്നത്, അതേ കണക്ക് തന്നെയാണ് കേട്ടോ ഇവിടെയും ചെയ്യേണ്ടത്. ചീനിച്ചട്ടി എന്നുകൊണ്ട് കാര്യമില്ല കേട്ടോ, നമ്മൾ ചെറുതാണെങ്കിൽ പോലും നന്നായിട്ട് ഇങ്ങനെ ഇളക്കണേ. കുറച്ച് കഴിയുമ്പോൾ ഇളക്കിണ്ടല്ലോ ആ ഒരു ചൂട് കാരണം നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും കേട്ടോ. പിന്നെയാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു തിരുനൂലോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ തുണി എടുത്തിട്ടുണ്ടല്ലോ, തിരി ആക്കിയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് അത് ഡിപ്പ് ചെയ്തതിനു ശേഷം തീയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നതിന്റെ ഒച്ച കേൾക്കാട്ടോ. ഇനി ഇൻ കേസ് വെള്ളം ഇല്ലെങ്കിൽ അത് പൊട്ടത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ തീ ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ 2-3 തവണ ട്രൈ ചെയ്യുമ്പോഴൊക്കെ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് ഞാൻ വേവിച്ചാട്ടോ. പിന്നീട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വെള്ളത്തിന്റെ കണ്ടന്റ് ഒട്ടും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തേ. പിന്നീട് നമുക്കിത് അരിക്കാട്ടോ. എനിക്ക് അമ്മ തന്നെയാണ് കേട്ടോ അരിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനൊരു സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു കോട്ടന്റെ തുണിയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ പുതിയൊരു തോർത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ ഈ എണ്ണ എടുത്തിട്ട് അമ്മയാണ് കേട്ടോ എനിക്കിതെല്ലാം അരിച്ചു തരുന്നത്. നമ്മൾ ചൂടോടെ തന്നെ അരിക്കണം കേട്ടോ. നമ്മൾ ചൂടാറാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുള്ള കണ്ടന്റ് എല്ലാം ഉണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു എണ്ണ എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കുവേ. അതുകൊണ്ട് അത്രയും നമുക്ക് എണ്ണയാണ് കുറവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അരിക്കുമ്പോണ്ടല്ലോ നല്ല ചൂടോടെ തന്നെ അരിക്കണേ. നല്ല ചൂടോടാണ് കേട്ടോ എൻ്റെ അമ്മ ഇത് അരിച്ചു തന്നിട്ടുള്ളത്. അമ്മോട് ഞാൻ ചോദിക്കാറുണ്ട് എന്താ കൈകൊള്ളൂലേന്ന്. എന്നാലും പറയണത് സാരില്ല, നല്ല ചൂടിൽ അരിച്ചാലേ നമുക്ക് അത്രത്തോളം എണ്ണ കിട്ടുള്ളൂ, അല്ലെങ്കിൽ മട്ടെല്ലാം വലിച്ചെടുക്കും എന്നാണ് പറയണത്. അമ്മ എണ്ണ ആച്ചുമ്പോൾ ഇതേ കണക്ക് തന്നെയാണ് കേട്ടോ, നല്ല ചൂടോടാണ് ഇതുപോലെ പിഴിഞ്ഞെടുക്കാറുള്ളത്. അമ്മ എന്നിട്ട് ഓരോ മട്ടായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി മട്ട എന്താന്നല്ലേ ദാണ്ട് ഈ കാണുന്നതില്ലേ, ഈ ഒരു ലെഫ്റ്റ് ആയി കിടക്കുന്ന റെസിഡ്യൂ, ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ മിച്ചം വന്നത് അതാണ് കേട്ടോ ഞങ്ങളിവിടെ പറഞ്ഞത് അതിന് മട്ടെന്നാണ്. നിങ്ങൾ അതിനെന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു മട്ടിനെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഒരു പാത്രത്തോളം നമുക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. മൊത്തം ഒന്നില്ലെങ്കിലും ഒരു ഹാഫ് പോർഷനിൽ നമുക്ക് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മിച്ചം വന്ന റെസിഡ്യൂ ഇല്ലേ, ഞങ്ങൾ നാട്ടിലൊക്കെ അതായത് തൃശ്ശൂർ ഉണ്ടല്ലോ എല്ലാവരും വെളിച്ചെണ്ണൊക്കെ കാച്ചതിന് ശേഷം മിച്ചം വന്ന റെസിഡ്യൂ ഇല്ലേ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലും കാലിലൊക്കെ തേക്കാറുണ്ട്. കട്ടപ്പനയിൽ എല്ലാവരും ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഇവിടെ ചെയ്യാറുള്ളത് ഈ മിച്ചം വന്ന റെസിഡ്യൂ ഇല്ലേ അത് ഞാനൊരു ബോട്ടിലിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേ. ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ എടുക്കാറുള്ളത്. ഗ്ലാസിന്റെ ഒരു കുപ്പിക്കകത്ത് ഈ ഒരു റെസിഡ്യൂ മൊത്തം അതായത് ഈ മട്ട് മുഴുവൻ ഇട്ട് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ആ മട്ടൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്ര മാത്രമേ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല, കാരണം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഉണ്ടല്ലോ ഇതിപ്പോ കാണുമ്പോൾ നല്ല കുറുക്ക് പോലെ ഉണ്ടല്ലോ. ഇത് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ തണുപ്പ് കാരണം ഉണ്ടല്ലോ അവിടുത്തെ വെളിച്ചെണ്ണ എല്ലാം നല്ല കട്ട പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല മെൽറ്റ് ആയിട്ടിരിക്കേ. എന്തായാലും ഞങ്ങൾ ഈ ഒരു കണക്കാണ് കേട്ടോ ഇവിടെ വെക്കാറുള്ളത്. എന്നാൽ മാത്രമേ കുളിക്കാൻ നേരത്ത് ഒരു സ്പൂൺ എങ്ങാനും നമ്മൾ എടുത്തിട്ട് കയ്യിലും കാലിലൊക്കെ തേക്കാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കുന്ന ഒരു ലേഹ്യം പോലെ ഉണ്ടല്ലേ. പിന്നില്ലേ ഇതെന്നും ഞങ്ങൾ തേക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ സാധാരണ ആഴ്ചയിൽ ഒരു തവണ ഒരു ഡീപ്പ് കുളി നടത്താറുണ്ട്. എല്ലാ സമയത്തും സാധാ ഒരു കുളി നടത്തുമ്പോൾ സമയം ഉണ്ടെങ്കിൽ മാത്രമേ തേക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ തേക്കാറൊന്നുമില്ല. പക്ഷെ ആഴ്ചയിൽ ഒരിക്കലും ഒരു ഡീപ്പ് കുളി ഞാൻ നടത്താറുണ്ട്. ആ സമയത്ത് മാത്രം ഞാൻ നന്നായിട്ട് തേക്കാറുണ്ട്. എല്ലാം കൂടി ഈ ഒരു ബോട്ടിലിന്റെ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ റെസിഡ്യൂ ഉള്ള പോർഷൻ വേറൊരു ബോട്ടിലായി, ഇത് നമ്മുടെ ഹെയർ ഓയിലിനായി. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലിനകത്ത് അടച്ചു വെക്കാൻ പാടുള്ളേ. അങ്ങനെ എണ്ണ ഉണ്ടാക്കിയതിന്റെ പിറ്റേ ദിവസം നമ്മൾ തലയിൽ എണ്ണ തേക്കരുത് കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടെ വേണം കേട്ടോ നമ്മൾ തലയിൽ എണ്ണ തേക്കാനായിട്ട്.
ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് എണ്ണയ്ക്ക് നല്ലൊരു മണമാണ്. എനിക്ക് ഈ ഒരു ഹെയർ ഓയിലിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ അമ്മയ്ക്ക് ഈ ഒരു ഹെയർ ഓയിലിന്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ എന്റെ കസിൻസിന് ഈ ഒരു ഹെയർ ഓയിലിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചിലവർക്ക് ഇതിന്റെ സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. ഇതും ഈ സെയിം ഹെയർ ഓയിൽ തന്നെയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടി എടുത്താണ്. തണുപ്പ് കാരണം നല്ല കട്ട പിടിച്ചിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും സെയിം ഹെയർ ഓയിൽ അല്ല കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഓരോ ഹെയർ ഓയിൽ കഴിയുമ്പോഴും പുതിയത് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഏതൊരു ഹെയർ ഓയിലിന്റെ കൂടെയും സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നുണ്ടല്ലോ, ഹെയർ കെയർ ചെയ്തിട്ടും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡിയും സിങ്കും കാൽഷ്യം എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വീട്ടിലും പറമ്പിലുള്ള ഐറ്റംസ് വെച്ച് മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ അല്ലേ, പറ്റുമെന്ന് നിങ്ങൾ ഇത് ഉണ്ടാക്കി വെക്കണേ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ശരി, ടേക്ക് കെയർ, ബൈ.